അങ്ങനെ ഇതാ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കലും ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് മുകളിൽ വന്നതാണ് നമ്മുടെ ലൈബ്രറി ഏരിയയിൽ. അപ്പോൾ ഞാനൊരു പുസ്തകം വായിച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വേ വിൻഡോയിൽ ഇരുന്നിട്ട് പുസ്തകം വായിക്കാനാണെങ്കിലും വെറുതെ ഇരിക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചിലപ്പോൾ പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ പഴയ സിനിമ എന്തെങ്കിലും കാണും, ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിടന്നുറങ്ങും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ പുസ്തകമൊക്കെ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ താഴെ വന്നു. താഴെ വരുമ്പോഴാണ് ഈ ഒരു സുന്ദരമായ കാഴ്ച കണ്ടത് കേട്ടോ. എൻ്റെ 2 മക്കളും നല്ല കുട്ടികളായിരുന്നിട്ട് ചെസ്സ് കളിക്കുകയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് അടി കൂടും കേട്ടോ. ഇനിയിപ്പോൾ അവർ രണ്ടാളും 2 ഫുട്ബോൾ ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജേഴ്സി കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരാൾ ബ്രസീൽ ഫാനും ഒരാൾ അർജൻറ്റീന ഫാനുമാണ്. അപ്പോൾ ചിലപ്പോൾ ആ കാരണം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അടി കൂടുന്നുണ്ടാവുക. എന്തായാലും അവരവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ നമ്മളെ ഫ്രണ്ട് കുറച്ച് മാങ്ങ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു. ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഫ്രീസറിൽ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുന്നേ ഇങ്ങനെ അധികം കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രവാസികളായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നാട്ടിൽ വരുമ്പോഴൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മാങ്ങാക്കാലം കഴിഞ്ഞ് നമുക്ക് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നാടൻ മാങ്ങ ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചു. നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കും ഉപയോഗിക്കാം, ശർക്കര മാങ്ങ ആക്കി വെക്കുകയും ചെയ്യാം. പിന്നെ നല്ലോണം പഴുത്ത മാങ്ങ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ പൾപ്പ് മാറ്റിയെടുത്തു. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് ആക്കിയിട്ടും ഉപയോഗിക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജാമ് പോലെ അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. കാരണം ഇപ്പം ഭയങ്കര ഈച്ച ശല്യമാണ്. അപ്പോൾ മാങ്ങയുടെ മധുരം തട്ടി ഈച്ച വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ബാമ്പു ടിഷ്യൂ ഉണ്ട്, അതിപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേഗം അവിടെ നിന്ന് തുടച്ചിട്ടു. പിന്നെ ഞാൻ പച്ച മാങ്ങ ഉണ്ടായിരുന്നു, അത് തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി വെച്ചു. അത് നമുക്ക് മീൻകറിയിലേക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തിയായിട്ട് അരയ്ക്കും ചെയ്യാം. അതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കളിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ബ്രെഡും ന്യൂട്രലൊക്കെ ആക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എനിക്കുള്ളത് അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഈ പൾപ്പാക്കി എടുത്തത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തു കേട്ടോ. വെള്ളം ചേർത്തിട്ടില്ല, നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നാടൻ മാങ്ങ ഇതേപോലെ ഒരു കടായിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വറ്റിച്ച് വേവിച്ചെടുത്തു. അതങ്ങനെ മാറ്റി വെച്ചു. ശർക്കര മാങ്ങക്കുള്ളത് കുറച്ച് ശർക്കരയും കുറച്ച് ഉപ്പും, ശർക്കര പാനിയാക്കിയതാണ്, കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ച് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുത്തു. കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചമാങ്ങ അതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ സിപ്ലോ കവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവറിലാക്കിയിട്ടും വേണമെങ്കിൽ വെക്കാം. ഞാൻ എൻ്റെ അടുത്ത് പാത്രമുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സ്ഥലമുണ്ട്, ഒരു സൈഡ് മുഴുവൻ ഫ്രീസറാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ പാത്രത്തിലാക്കി വെച്ചു. പിന്നെ പൾപ്പാക്കി മാറ്റാനുള്ളത് ഇതേപോലെ പഞ്ചസാര ചേർത്തിട്ട് വറ്റിച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ചേർക്കാം. ഞാൻ അങ്ങനെ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ചൂടാറിയിട്ട് ഇതേപോലെയുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത മാങ്ങാക്കാലം വരെയൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് മാറ്റിയിട്ട് ഫ്രീസറിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.